നമ്മുടെ വീടുകളിലൊക്കെ വേവിച്ച റൈസ് ബാക്കി വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ബാക്കി വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഓപ്ഷനാണ് ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. ഞാൻ മഹിമാസിമൻ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് മുട്ട ഒന്ന് റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. 3ഓ 4ഓ ഒക്കെ ഉപയോഗിക്കും. മുട്ടയിലേക്ക് ഒരു നുള്ളു പെപ്പർ, ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് വോക്ക് ഹീറ്റ് ചെയ്യാം. ചൈനീസ് സ്റ്റൈലിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വോക്കാണ് കുക്കിങ്ങിന് നല്ലത്. വോക്കോ അല്ലെങ്കിൽ നല്ല വിസ്താരമുള്ള ചീനിച്ചട്ടിയൊക്കെ ഉപയോഗിക്കാം. കുറച്ച് എണ്ണ ചൂടാക്കാം. ഏകദേശം 2.5-3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാൻ തുടങ്ങി. ഇവിടേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനായിട്ടുണ്ട്. വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് 1.5 ടീസ്പൂൺ, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ, സവോള 1/4 കപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റാം. ഇതിലേക്ക് ഞാനൊരു 1/8 കപ്പ് ബീൻസ് അരിഞ്ഞത് പൊടിയായിട്ട് അരിഞ്ഞത് അതോടെ ചേർക്കാം. ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ. ക്യാരറ്റ് ഒരു 1/3 കപ്പ് ഉണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് ചോപ്പ് ചെയ്തത്. ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. 1/8 കപ്പ്. ഒരു 1/4 കപ്പ് ക്യാബേജും കൂടെ. ഞാൻ യൂസ് ചെയ്തത് ചൈനീസ് ക്യാബേജ് ആണ്. അതിന് പകരം സാധാരണ ക്യാബേജ് ചേർക്കാം. വെജിറ്റബിൾസ് എല്ലാം കൂടെ സൈഡിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് മുട്ട ഒഴിക്കുക. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെജിറ്റബിൾസിനൊക്കെ നിറം മാറാണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. നമ്മളിവിടെ 3 മുട്ടയാണല്ലോ ഉപയോഗിച്ചത്. 3-ന് പകരം 4 മുട്ടയും ഈ അളവിൽ ഉണ്ടാക്കാം. ഓക്കെ, മുട്ട കുക്കായി കഴിയുമ്പോൾ ബാക്കിയെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സോസുകളൊക്കെ ചേർക്കാനായിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചു. 1 ടീസ്പൂൺ നിറച്ച ഓയിസ്റ്റർ സോസ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ വിനീഗർ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന റൈസ് ചേർക്കുക. റൈസ് കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് കലത്തിൽ വെള്ളം വെക്കുക, ഉപ്പിട്ട് വെക്കുക. എന്നിട്ട് റൈസ് നന്നായിട്ട് വേവിച്ച് 1/4 വേവ് എന്നുള്ള പരുവത്തിലാണ് എടുക്കുന്നത്. ഊറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന റൈസ്, പച്ചരിച്ചോറ് ഉപയോഗിക്കാം, ബസ്മതി ഉപയോഗിക്കാം, ജാസ്മിൻ റൈസ് ഉപയോഗിക്കാം. റൈസിനകത്തേക്ക് ആഡ് ചെയ്യാം. എല്ലാം കൂടെ നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. ഇതിലേക്ക് സ്പ്രിംഗ് അണിയനൂടെ ചേർക്കാം. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് ഒക്കെ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ റൈസ് ഞാൻ കുക്ക് ചെയ്തപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്താണ് കുക്ക് ചെയ്തത്. കഴിച്ചപ്പോൾ പിഞ്ച് ഉപ്പ് കൂടെ വേണം. ഒരു നല്ലൊരു നുള്ളൂടെ ആഡ് ചെയ്തു. ഓക്കെ, കണ്ടോ നല്ല പെർഫെക്റ്റ് പരുവത്തിലായി, ഒട്ടും കുഴയാതെ കിട്ടും.
ഇത് ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ സെസ്മേ ഓയിലും കൂടെ. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. കയ്യിലുണ്ടെങ്കിൽ 1 ടീസ്പൂൺ സെസ്മേ ഓയിലും കൂടെ ഒഴിക്കുക. ആ സെസ്മയുടെ മണം ഇഷ്ടമുള്ളവർ ഉപയോഗിക്കുക. ഇതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ ഈ എഗ് നൂഡിൽസ് നിങ്ങൾ കണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കി. മാത്രമല്ല ഇത് നമ്മുടെ കയ്യിൽ ലെഫ്റ്റ് ഓവർ റൈസ് വരുമ്പോൾ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് എഗ് നൂഡിൽസ്. കൂടാതെ നല്ല ന്യൂട്രീഷ്യസുമാണ്. നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. വെജിറ്റബിൾസിൻ്റെ ഗുണവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ന്യൂട്രീഷ്യസ് ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ്.